ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പോർക്ക് വരട്ടിയതാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പോർക്ക് ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പോർക്ക് ഇറച്ചിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ അധികവും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചതച്ചെടുത്തതാണ്, അത് 1 ടീസ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. പോർക്ക് വരട്ടിയതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കുന്നത് നമ്മുടെ കറിയുടെയൊക്കെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് 1/2 കപ്പ് തേങ്ങാക്കൊത്താണ്, അത് ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോഴാണ് എല്ലാ ഭാഗവും നല്ല കറക്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഈ ഒരു ബ്രൗൺ കളറായി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതും ചതച്ചെടുത്തതാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നേനെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പം ഇതാ നമ്മുടെ കുക്കറൊക്കെ 5 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എയർ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ പോർക്കിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലെ ഈ നെയ്യുണ്ടല്ലോ, അത് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വരട്ടിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് പാകമായി വരുന്നത് വരെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ 5 വിസിൽ ആവുന്നത് വരെ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ വേവിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇതാ ഞാൻ പോർക്ക് ഇറച്ചിയൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കുക്കറിന് അടിയിലുള്ള ഈ ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന ഈ മസാലയൊക്കെ ഈ പോർക്ക് ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഇത് നല്ല ഡ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതപ്പോൾ കണ്ടില്ലേ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.